ഡിയർ ഫ്രണ്ട്സ്, ക്യൂട്ട് കിച്ചൺ വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ചിക്കൻ്റെ ഒരു പുതിയ വിഭവമായിട്ട് വന്നിരിക്കുകയാണ്. ഇവിടെ ഒരു 1/2 കിലോ ചിക്കൻ ഇരിപ്പുണ്ട്. 2 വലിയ തക്കാളിയാണ്, ഒരു 6 പച്ചമുളകുണ്ട്, ഒരു മീഡിയം സൈസ് സവാള, ഒരു 4 ചെറിയ ഉള്ളി, ഒരു 3 അല്ലി വെളുത്തുള്ളിയുണ്ട്, ഒരു കഷ്ണം ഇഞ്ചിയുണ്ട്. നമുക്ക് തുടങ്ങാം. നമ്മളിവിടെ എടുത്ത് വെച്ച എല്ലാം ഞാൻ ജാറിലോട്ടിട്ട്, അതായത് ചെറിയ ഉള്ളി, വലിയ ഉള്ളി, ഇഞ്ചി, പച്ചമുളക്, പിന്നെ വെളുത്തുള്ളി ഒക്കെ ഇട്ട് ഞാനിത് അരയ്ക്കാൻ പോവാണ്. ചീനിച്ചട്ടി അടുപ്പത്ത് വെച്ചു. ഫ്ലെയിം ഓണാണ്. ഞാനിതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചെടുക്കുകയാണ്. ഞാൻ ഒഴിക്കുന്നത് വെളിച്ചെണ്ണ, അതാണ് ഒഴിച്ചോളൂ. അവനവൻ ഉപയോഗിക്കുന്ന എണ്ണ ഇടാം. ഇനി നമുക്ക് ഇത് നന്നായിട്ട് ചൂടാവുന്നുണ്ട്. ഇതിലേക്ക് ഞാൻ അരച്ചല്ലോ, നമ്മളിപ്പോൾ അരച്ചു കൊണ്ടുവന്നല്ലോ, ഇതാണ് അരച്ചുകൊണ്ടത്. ഇത് ഞാൻ ഇതിലോട്ടിട്ടുണ്ട്. അതായത് ഉള്ളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, ഇതെല്ലാം കൂടെ. ഇനി ഇതിൽ കുറച്ച് അരപ്പുണ്ട്, അത് നമുക്ക് ആവശ്യമുണ്ട്. അത് പറ്റിപ്പിടിച്ചിരിക്കണം. പിന്നെ ഒന്ന് ജാറിപ്പം ഞാൻ കഴുകി ഒഴിക്കുന്നില്ല. അല്ല, ജാറിലുണ്ട്, പക്ഷെ ഞാനിപ്പോൾ അത് കഴുകി ഒഴിക്കുന്നില്ല. ഇനി ഇതൊന്ന് ചൂടാവട്ടെ. നമുക്കാണെങ്കിൽ നമ്മുടെ ടൊമാറ്റോ എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ, ആ ടൊമാറ്റോയും ഞാൻ ഇതുപോലെ പേസ്റ്റാക്കി കൊണ്ടുവരാൻ പോവാണ്. ആ ജാറിലോട്ട് അരച്ച് വെച്ചിരുന്നില്ലേ, ആ ജാറിലോട്ട് ടൊമാറ്റോ എടുത്ത് വെച്ചിരുന്ന ടൊമാറ്റോ കഷ്ണിച്ചിട്ടിരിക്കുകയാണ്. ഇനി ഇതും ഞാനൊന്ന് അടിച്ചുകൊണ്ട് വരാം. ടൊമാറ്റോ അടിച്ചുകൊണ്ട് വന്നിരിക്കുകയാണ്. അതും ഞാൻ ഈ മറ്റേ അരപ്പിലോട്ടിട്ടു. നമ്മുടെ 2 പേസ്റ്റും കൂടെ മിക്സ് ചെയ്തിരിക്കുകയാണ്. ഇനി നമുക്ക് ഈ ജാറ് കഴുകി വെള്ളം ഒഴിക്കാം. നമ്മുടെ ജാറ് കഴുകിയ വെള്ളം, ജാറിലോട്ട് വെള്ളം ഒഴിച്ച് കഴുകിയിരിക്കുകയാണ്. അതും കൂടെ ഇതിലോട്ട് ഒഴിച്ചു. ഇനി നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം. ആവശ്യത്തിന് ഉപ്പിടണം. നമ്മൾ ഇതിനകത്തിട്ട് ഉപ്പിട്ട് കൊടുക്കണം. നമ്മുടെ ആവശ്യത്തിന് ഉപ്പിടണം. ഇട്ടിട്ട് നോക്കണം നമുക്ക് ഉപ്പ് മതിയെന്ന്. നന്നായിട്ട് ഇളക്കാം. ഞാനിതിൽ മഞ്ഞൾപ്പൊടി ഒന്നും ഇട്ടിട്ടില്ല. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി ഒന്നും ഇട്ടിട്ടില്ല. ഇത്ര സാധനം ഇട്ടിട്ടുള്ളൂ. ഇനിയിപ്പം മഞ്ഞൾപ്പൊടി ഇടാൻ പോവാണ്. ഇതിൻ്റെ ആവശ്യത്തിലേക്കുള്ള മഞ്ഞൾപ്പൊടി. ഇനി നമുക്കിതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരുന്ന ചിക്കൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കുകയാണ്. ഏകദേശം ഒരു 1/2 കിലോയോളം വരും. നമുക്കിതൊന്ന് അടച്ച് വയ്ക്കാം. നമുക്കൊന്ന് നോക്കാം ആയിട്ടുണ്ടോയെന്ന്. ആയിട്ടുണ്ട്. ഞാൻ മസാലപ്പൊടിയൊന്നും ഇട്ടിട്ടില്ല. അല്ലാതെ തന്നെ നല്ല ഒരു ഹൃദ്യമായ വാസന വരുന്നുണ്ട്. ഇനി ഞാനിങ്ങോട്ട് മസാല, ഈ ഗരം മസാല ഞാൻ ഇവിടെ പൊടിച്ചിടുന്നതാണ്. ഞാൻ മേടിക്കാറേ ഇല്ല, ഞാൻ പൊടിച്ചിടുന്നുണ്ട് ഗരം മസാല. ഞാൻ സ്വന്തമായിട്ട് പൊടിച്ച് വെച്ചത്. അപ്പോൾ ഞാൻ ഇതിൻ്റെ റെസിപ്പി ഇട്ടുന്നതാണ് എൻ്റെ ഓർമ്മ. ഭയങ്കര വാസനയാണ്. ഇതിടുമ്പോഴത്തേക്കും ഞങ്ങളുടെ വീടിൻ്റെ തൊട്ടടുത്തുള്ള കുട്ടിയുണ്ട്. ആ കുട്ടി പറയും, എന്തൊരു മണാ ചേച്ചി. ഞാനതിട്ട് ആ കുട്ടിക്ക് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിന് മല്ലിയില നിർബന്ധമില്ല, വേണമെങ്കിൽ ഇട്ടാൽ മതി. മല്ലിയില ഇട്ട് ഞാൻ റെൻറ്റഡ് ഹൗസിലാണ് താമസിക്കുന്നത്. അപ്പോൾ നേരത്തെ താമസിക്കാൻ പറ്റില്ല. ഞാൻ മിഡിലാണ് താമസിച്ചത്. ഫസ്റ്റ് ഫ്ലോറാണ്. എൻ്റെ സെക്കൻഡ് ഫ്ലോറിലും ഗ്രൗണ്ട് ഫ്ലോറിൽ 2 പിള്ളേരാണ് താമസിക്കുന്നത്, പെൺപിള്ളേർ. ചെറിയ ഫാമിലി. അവർ പറയും ഭയങ്കരമാണ്. ആ കുട്ടിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഇത്രയേ ഉള്ളൂ. നമുക്ക് ഇറക്കാം. ഈ കറിവേപ്പില കൂടെ ഇട്ടേക്കാം. ഇതാണ് നമ്മുടെ ചിക്കൻ.
നമുക്കിതൊരു ഡിഷിലോട്ട് മാറ്റാം. ഇതാണ് ഇതിൻ്റെ പേര് ഗ്രീൻ ചില്ലി ചിക്കൻ എന്നാണ് ഞാനിട്ട പേര്. കാരണം നമ്മൾ മുളക് പൊടി ഉപയോഗിച്ചിട്ടില്ല. ചുവന്ന മുളക് എന്ന് പറഞ്ഞ സാധനം ഇതിൽ ചേർത്തിട്ടില്ല. പച്ചമുളക് മാത്രമേ നമ്മൾ എരിവിന് പച്ചമുളകും ആ ഇഞ്ചിയും വെളുത്തുള്ളി അല്ലാതെ വേറെ ഒന്നും ഇട്ടിട്ടില്ല എരിവിന്. പക്ഷേ നല്ല ടേസ്റ്റാണെന്നാണ് കഴിച്ചിട്ട് പറയുന്നത്. കഴിച്ച ടേസ്റ്റ് നോക്കാൻ ഞാൻ ഒരാളെ ഏൽപ്പിച്ചിരുന്നു. അപ്പം നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞു. പിന്നെ നല്ല മണം എനിക്കിവിടെ തന്നെ വരുന്നുണ്ട്. നല്ല വാസനയാട്ടോ. ഇത് നല്ല അപ്പത്തിനും ചപ്പാത്തിക്കും എല്ലാത്തിനും നല്ല പത്തിരി, റൊട്ടി, ഒരട്ടി എന്നൊക്കെ പറയില്ലേ, നാൻ, ഇതിനൊക്കെ അടിപൊളിയായിരിക്കും. കണ്ടോ, മുളക് പൊടിയേ ചേർത്തിട്ടുള്ളൂ. പക്ഷെ ആവശ്യത്തിന് എരിവുണ്ട്.